പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ശക്തമായൊരു സന്ദേശം യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കണം, മറ്റു മനുഷ്യരെ സ്നേഹിക്കണം, നമ്മെ തന്നെ നാം സ്നേഹിക്കണം എന്നുള്ള യേശുവിനോട് കിട്ടിയ പ്രബോധനം യോഹന്നാൻ ശ്ലീഹ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന മറ്റൊരു പ്രബോധനമാണ് എന്തിനെ സ്നേഹിക്കരുത് എന്നുള്ള പ്രബോധനം. 1 യോഹന്നാൻ 2:15 യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെയാണ് പറഞ്ഞത്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആ പറഞ്ഞതിൻ്റെ ആഴമുള്ള അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകണം. ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇതാണ് ആ വചനഭാഗം. എന്താണ് ഈ ലോകമെന്ന് പറയുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്: നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. യോഹന്നാൻ ശ്ലീഹ, പൗലോസ് ശ്ലീഹ, അതുപോലെ ഈശോ ഈ ലോകം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ഒരു സൂചനയുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വചനത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. ദൈവത്തിൽ ജനിച്ചവരാണ് നമ്മൾ, പക്ഷേ ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്, നിയന്ത്രണത്തിലാണ്, സ്വാധീനത്തിലാണ്, ബന്ധനത്തിലാണ്. അപ്പോൾ ലോകം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഈ ലോകം എന്നാണ് പൗലോസ് ശ്ലീഹ അതിനെ വിളിച്ചത്, ദിസ് വേൾഡ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വചനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ലോകം എന്ന് പറഞ്ഞത് പൗലോസ് ശ്ലീഹ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെയാണ്. ഇനി ഈശോ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനത്തിൽ ഈശോ പറയും: നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഈശോയും അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലോ നിയന്ത്രണത്തിലോ സ്വാധീനത്തിലോ വരാത്ത, യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഒട്ടും മനസ്സില്ലാത്ത, ദൈവസ്നേഹം നിരസിച്ച് ദുരാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്ന വ്യക്തികൾ, സമൂഹങ്ങൾ, പ്രസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിയതാണ് ഈ ലോകം. അപ്പോൾ ഇവിടെ ആദ്യം മുതൽ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ ഒരു ദൈവകൃപയുടെ നിറവിൻ്റെ മേഖലയുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ആദ്യ വീഴ്ചയ്ക്ക് മുമ്പ്, ആദ്യ പാപത്തിന് മുൻപ് ആദ്യ മാതാപിതാക്കൾ അനുഭവിച്ചിരുന്ന ദൈവൈക്യത്തിൻ്റെ മേഖല, ആ ദൈവരാജ്യ മേഖല ഏദൻ തോട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആദ്യ മാതാപിതാക്കൾ
അവർ ദൈവത്തിൻ്റെ പദ്ധതി വെടിഞ്ഞ് ബോധപൂർവം പിശാചിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. അതിന് കാരണം ജീവൻ്റെ വൃക്ഷത്തെ ഉപേക്ഷിച്ച്, ആദ്യ മാതാപിതാക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ഉപേക്ഷിച്ച്, വിലക്കപ്പെട്ട കനിയുടെ ഉടമയായ സാത്താൻ, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമായ സാത്താൻ്റെ വാക്കുകൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ തിരുവചനത്തിന് ചെവി കൊടുക്കാതെ, ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് വിധേയമാകാതെ, ഈ ലോകത്തിൻ്റെ അധിപനായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആ ദുരാത്മാവിനെ അനുസരിച്ചു. അന്നു മുതലാണ് മനുഷ്യവർഗത്തിൻ്റെ ഈ കൂട്ടായ്മകളിലേക്ക്, സംവിധാനങ്ങളിലേക്ക്, പ്രസ്ഥാനങ്ങളിലേക്ക് ഈ ലോകത്തിൻ്റെ അധിപനായ സാത്താന് പ്രവേശനം കിട്ടിയത്. അതിനു മുമ്പ് അവനുണ്ടായിരുന്നു. പിഴച്ചുപോയ മാലാഖ, അനുസരണക്കേട് കഴിച്ച മാലാഖ, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിച്ച മാലാഖ, അവർ ദുരാത്മാവായിട്ട് ഉണ്ടായിരുന്നുവെങ്കിലും മനുഷ്യവർഗത്തിൻ്റെ, ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് സൃഷ്ടിയുടെ മകുടമായി ഈ ലോകത്തിൽ ജീവിക്കാൻ കടപ്പെട്ട മനുഷ്യവർഗത്തെ അടിമപ്പെടുത്താനും ആ മനുഷ്യവർഗത്തെ തൻ്റെ വരുതിക്ക് കൊണ്ടുവരാനും സാത്താന് സാധിച്ച നിമിഷം മുതൽ ഈ ലോകം, ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ, ഭൂമണ്ഡലത്തിൽ, മാനവകുലത്തിൽ കടന്നു വന്നു. ഈ ലോകത്തിൻ്റെ അരൂപിയുടെ നിയന്ത്രണത്തിൽ മനുഷ്യവർഗം വരാതിരിക്കാൻ ഈശോ മുന്നറിയിപ്പ് തരികയാണ്. ആ ഈശോയുടെ മുന്നറിയിപ്പിൻ്റെ അഭിഷേക നിറവിൽ നിന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായും പൗലോസ് ശ്ലീഹായും മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. റോമ 12:2. നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്. 1 യോഹന്നാൻ 2:15. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. യോഹന്നാൻ 16:33. മാത്രമല്ല, പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്. 2 കൊറിന്തോസ് 4 അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങൾ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശമോ യേശു ലോകത്തിൽ സ്ഥാപിച്ച ദൈവരാജ്യം മനുഷ്യവർഗത്തിൻ്റെ ഹൃദയത്തിലും, മനുഷ്യരുടെ ഹൃദയത്തിലും, മനുഷ്യവർഗ സമൂഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ യേശു സ്ഥാപിച്ച ആ ആത്മീയ യാഥാർത്ഥ്യം, ദൈവരാജ്യം, അതെന്താണെന്നാണ് യഹൂദർക്ക് പോലും പിടികിട്ടാതെ പോയത്. ഒരു ഭൗമികമായ സാമ്രാജ്യമാണ് ദൈവരാജ്യം എന്നുള്ള മിഥ്യാധാരണയിലേക്ക് അവർ വന്നതുകൊണ്ടാണ് അപ്പസ്തോല ഗണം പോലും ആ രാജ്യത്തിലെ യേശു കഴിഞ്ഞാലുള്ള അധികാര സ്ഥാനത്തിനു വേണ്ടി പിടിവലിയും വഴക്കൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആത്മീയ യാഥാർത്ഥ്യമായ ദൈവരാജ്യം ഈ ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതിന് അവിടുന്ന് ചെയ്തത് എന്താണ്? എന്തിനു പിതാവ് അവനെ അയച്ചുവെന്ന് 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നു. സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്. ഏതാണ് സാത്താൻ്റെ പ്രവൃത്തി? അവൻ സ്ഥാപിച്ച ലോകരാജ്യം, ദൈവരാജ്യത്തിൻ്റെ തകർച്ചയുണ്ടാക്കാൻ മാനവ ഹൃദയങ്ങളിൽ നിന്ന് ദൈവരാജ്യം തുടച്ചു നീക്കി അവിടെ അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മനുഷ്യാവതാരം ചെയ്തത്, ഭൂജാതനായത്. ആ ഈശോയുടെ 33 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഈശോ ലോകത്തിൽ അവതരിപ്പിച്ചത് എന്താണ്? ദൈവരാജ്യം എന്നുള്ള വലിയ സത്യം വെളിപ്പെടുത്തി. ദൈവരാജ്യം തന്നിലൂടെയാണ് ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നുള്ള സത്യം വെളിപ്പെടുത്തി. ദൈവരാജ്യത്തിലേക്ക് വരണമെങ്കിൽ തന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കണം, തന്നെ വിശ്വസിക്കണം, പിതാവിനെ തന്നെ സ്വീകരിക്കണം. അങ്ങനെ പിതാവിനെയും പുത്രനെ സ്വീകരിക്കുന്നവന്
പിതാവും പുത്രനും നൽകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സുദൃഢമായ അഭിഷേകമുള്ള ബന്ധത്തിലേക്ക് വന്നാൽ ആ വ്യക്തിയിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന്, ആ പ്രസ്ഥാനത്തിൽ നിന്ന്, ആ സംഘടനയിൽ നിന്ന്, ആ സംവിധാനത്തിൽ നിന്ന് ദൈവരാജ്യത്തിന് വിരുദ്ധമായ സാത്താൻ്റെ സാമ്രാജ്യം തിരോഭവിക്കും. അവിടെ ദൈവരാജ്യം വിരിഞ്ഞു വരും. ഈ മനോഹരമായ സന്ദേശമാണ് ഈശോ ഈ 33 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ലോകത്തിന് നൽകിക്കൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കാൻ അപ്പസ്തോല ഗണത്തിന് പോലും പറ്റിയില്ല. യേശുവിൻ്റെ കൂടെ 3 വർഷക്കാലം ജീവിച്ച അപ്പസ്തോല ഗണത്തിന് പറ്റിയില്ല. അതിൻ്റെ കുറച്ചൊക്കെ കിട്ടി, അതിൻ്റെ തുമ്പും ഒരല്പം അംശമൊക്കെ കിട്ടി പത്രോസ് ശ്ലീഹായിക്ക്. വേറൊരാൾക്ക് കിട്ടിയെങ്കിലും അത് വ്യക്തമായി പ്രകടമാക്കിയിട്ടില്ല. അതൊരു പക്ഷേ യേശുവിനോടുള്ള അഗാധമായ സ്നേഹമുള്ള യോഹന്നാൻ ശ്ലീഹായിക്ക്, മറിയത്തോടൊത്ത് നിരന്തരം വ്യാപരിച്ചിരുന്ന യോഹന്നാൻ ശ്ലീഹായിക്ക് കുറേയൊക്കെ കിട്ടിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം കുരിശിൻ്റെ ചുവട്ടിൽ മറ്റ് അപ്പസ്തോലന്മാരൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി അകന്നു നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ കൂടെ ഈ പാവം ശ്ലീഹ യോഹന്നാൻ ശ്ലീഹ നിന്നത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തിൻ്റെ കുറേ മേഖല യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെട്ട് കിട്ടിയിരുന്നിരിക്കണം. കാരണം യേശുവുമായിട്ടുള്ള ഒരു ഹൃദയപൂർവകമായ ബന്ധം യോഹന്നാൻ ഉണ്ടായിരുന്നു. താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന അർത്ഥത്തിൽ ബൈബിളിൽ അവതരിപ്പിക്കുന്നുണ്ട് യോഹന്നാനെ. അതുകൂടാതെ എപ്പോഴും മറിയത്തിൻ്റെ കൂടെ കാണാം. അപ്പം മറിയവുമായിട്ടുള്ള സംസർഗം വഴി, മറിയത്തോടുള്ള ബന്ധം വഴി, മറിയത്തിലൂടെ കുറേ ദൈവിക രഹസ്യങ്ങൾ യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടായിരിക്കാം ഈ ലോകത്തിൻ്റെ ദേവൻ്റെ ആ വലിയ ഭീകരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ മുൻപിലും യോഹന്നാൻ ഭയചകിതനാകാതെ മറിയത്തിൻ്റെ കൂടെ, ഭക്തസ്ത്രീകളുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ അവനും വധിക്കപ്പെടാം. ആ വധിക്കപ്പെടാനുള്ള സാധ്യതയുടെയും സാഹചര്യത്തിൻ്റെ നടുവിൽ ഭയചകിതനാകാതെ യോഹന്നാൻ നിന്നത്. പക്ഷെ യോഹന്നാൻ അവിടെ ഒരു മാതൃക കണ്ടു. മറിയം മകൻ്റെ കഠോരമായ നൊമ്പരത്തിൻ്റെ രക്തം വാർന്നൊഴുകുന്ന ശരീരത്തിലെ രക്തമില്ല, അവർ കീറിമുറിച്ച ശരീരം അതിങ്ങനെ വിവസ്ത്രമായി നിൽക്കുന്നു. കുരിശിൽ അപമാനിതനായി ഏറ്റവും നീചനായ കുറ്റവാളിക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റുവാങ്ങി കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പുത്രൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മറിയം ഒരു വാക്ക് പോലും നിഷേധാത്മകമായ രീതിയിൽ പ്രതികരണത്തോടെ പറയാതെ അവിടെ പിതാവിൻ്റെ പദ്ധതിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന മറിയത്തിൻ്റെ ചാരെ യോഹന്നാൻ നിൽപ്പുണ്ട്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം മറിയത്തോടുള്ള സഹവാസവും മറിയത്തോടുള്ള സംസർഗവും മറിയത്തോടുള്ള ബന്ധവും വഴി കിട്ടിയ ഒരു ആത്മീയ ചൈതന്യം യോഹന്നാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ ഉള്ളിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രഭയും കൃപയൊക്കെ ഉണ്ടായിരുന്നു. മറിയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്നും പരിശുദ്ധ കന്യകാമറിയത്തെ ഹൃദയത്തിൽ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ മറിയത്തോടുള്ളൊരു പ്രത്യേകമായ ഭക്തിയും മറിയുമായിട്ടുള്ള നല്ല ബന്ധവും സൂക്ഷിക്കുന്നു. മറിയ വഴിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നു. മറിയത്തിൻ്റെ അപദാനങ്ങൾ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മറിയത്തെ ലോകത്തിൽ അവതരിപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണത്. മറിയത്തെ ആരെങ്കിലും വന്ദിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ ചെയ്ത പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ കൃപയും അഭിഷേകമുള്ള മറിയത്തെ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കാമെന്ന യേശുവിനെ ലോകത്തിൽ അവതരിപ്പിച്ച മറിയത്തെ ആരെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ ദൈവഗർഭം നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞു വന്നിച്ച വന്ദനം അവരാവർത്തിക്കുകയാണ്. അതുകൊണ്ട് അതൊരു മനുഷ്യാരാധനയല്ല, ഒരു മനുഷ്യ വ്യക്തിയെ ദൈവതുല്യമാക്കി ആരാധിക്കുന്നതല്ല. അത് വെനറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, വണക്കം എന്ന് മലയാളത്തിൽ പറയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ബഹുമാന ആദരവുകൾ നൽകുന്നൊരു പ്രവൃത്തിയാണത്. അപ്പോൾ മറിയം അവിടെ കുരിശിൻ്റെ ചുവട്ടിൽ ദൈവരാജ്യത്തിൽ ഒരംഗം എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഏറ്റവും മനോഹരമായ സാക്ഷി നൽകി നിറകണ്ണുകളോടെയും വിതുമ്പലോടെയും കീറിമുറിഞ്ഞ മനസ്സോടെയും ഹൃദയത്തോടെയൊക്കെ നിൽക്കുമ്പോഴും മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു ജ്വാലയുണ്ടായിരുന്നു, ഒരു സ്നേഹജ്വാലയുണ്ടായിരുന്നു, കൃപയുടെ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. അതിനടുത്ത് നിന്ന യോഹന്നാനും ആ കൃപയുടെ വിളക്കിൽ നിന്നുള്ള പ്രകാശമേറ്റ് അങ്ങനെ പ്രകാശിതാൻ നിൽക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ പിന്നീട് പറയുന്നു, ലോകത്തെ സ്നേഹിക്കരുത്. ഈ യോഹന്നാന് ശേഷം പിന്നീട് അപ്പസ്തോല ഗണത്തിന് ശേഷം പിന്നീട് യേശുവിൻ്റെ അനുഗാമിയായി തീർന്ന പൗലോസ് ശ്ലീഹ പറയുന്നു,
ലോകത്തിന് അനുരൂപരാകരുത്. അന്ന് ആ കുരിശ് കിടന്ന് പിടഞ്ഞ ഈശോ ലോകത്തോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ലോകം എന്നുള്ള ഈ പൗലോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും അവതരിപ്പിക്കുന്ന സന്ദേശം, ഈശോ തന്നെ ചൂണ്ടിക്കാണിച്ച സന്ദേശം, ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലോ നമ്മുടെ ചുറ്റുമോ നമ്മുടെ ഉള്ളിലോ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടകരമായൊരവസ്ഥയാണ്. സാത്താൻ്റെ പ്രവേശനത്തിനോ സാത്താൻ്റെ സ്വാധീനത്തിനോ സാത്താൻ്റെ ഇഷ്ടമനസ്സുള്ള ജീവിതത്തിനോ ആര് തന്നെ വിട്ടുകൊടുക്കുന്നു, അവരിലെല്ലാം ഈ ലോകരാജ്യം വരും. അവരാ ലോകത്തെ സ്നേഹിക്കുകയാണ്, അവരെ ലോകത്തോടെ അനുരൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ധ്യാനം തുടരും. ഈ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുക എന്നും കൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആഴമായിട്ടുള്ളൊരു ആത്മീയതയിലേക്ക് വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വചനം കൂടുതൽ ആഴത്തിലൊന്ന് ധ്യാനിക്കണം. ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ അഭിഷേകത്തിൽ, ദൈവപിതാവിൻ്റെ സ്നേഹനിറവിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വിരുദ്ധമായി സാത്താൻ്റെ ഇഷ്ടമനുസരിച്ച് സാത്താൻ്റെ സ്വാധീനത്താൽ നിയന്ത്രിക്കപ്പെട്ട് സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയാണ് ഈ ലോകത്തിലായിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളവർ ഈ ലോകത്തോട് അനുരൂപപ്പെടും. അങ്ങനെയുള്ളവർ ഈ ലോകത്തെ സ്നേഹിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡകൾ ഉണ്ടാകുമ്പോൾ അവർ അതിനെ അതിജീവിച്ച് നമുക്ക് അതിജീവിക്കാൻ കൃപ തരുന്ന യേശുവിലേക്ക് തിരിയാതെ പോയെന്ന് വരും. നമുക്ക് ഈ ധ്യാനം തുടരണം. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തോടുള്ള നമ്മുടെ മൈത്രി ആ ദൈവത്തോടുള്ള ശത്രുതയാണ്. ഈ ലോകത്തോടുള്ള നമ്മുടെ ആസക്തി അത് പിശാചിലേക്കുള്ള നമ്മുടെ കടന്നുചെല്ലലും പിശാചിൻ്റെ അടിമകളാകുന്ന അവസ്ഥയുമാണ്. അത് ദൈവകൃപയെ നിരസിക്കുന്ന പാപമാണ്. യേശുവിൻ്റെ രക്ഷാകര ബലിയെ നിരസിക്കുന്ന പാപമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ തിരുവചനം വഴി അങ്ങ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ലോകത്തെ സ്നേഹിച്ചും ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിനനുസരിച്ച് മുന്നേറിയും ഈ ലോകത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങിയും ഞങ്ങൾ നശിക്കാതിരിക്കേണ്ടതിനായി ദൈവരാജ്യത്തിൻ്റെ എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണേ ഈശോയെ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പായോടും സകല മെത്രാന്മാരോടും വൈദികരോട് ചേർന്നുകൊണ്ട് എല്ലാ സ്വർഗവാസികളോടും മാലാഖമാരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കും ലോകാരൂപിയുടെ ബന്ധനത്തിൽ നിന്ന്, ലോകാരൂപിയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, നിയന്ത്രണങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്നുള്ള മോചനം നൽകണമേ. ശാരീരികമായ രോഗപീഠകൾ, മാനസികമായ വ്യഥകൾ, ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം, ക്ഷീണം, തളർച്ച എന്നിവയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളും നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളൊക്കെ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവകൃപയുടെ പ്രവാഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങൾ എല്ലാവരുടെ ചുറ്റും പാളയമടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. മാലാഖമാർ ചേർന്ന്
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന യൂസഫ് എന്ന മുസ്ലിം സഹോദരൻ മുണ്ടക്കയത്ത് നിന്ന് വരുന്നത്. മൈക്ക് കൊടുത്തു. യൂസഫിന് 2 കണ്ണുകൾക്കും കാഴ്ച മങ്ങിയിട്ട് എത്ര കാലമായി? 4 വർഷമായിരുന്നു. 4 വർഷം. ഇപ്പം കണ്ണിന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണിലെ വെള്ളം ഇങ്ങനെ ഒരാളെ നോക്കിയാൽ ഇങ്ങനെ കണ്ണിക്കട വെള്ളം വരുമായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടിയോ? കിട്ടി. നന്നായിട്ട് തെളിച്ചു കിട്ടി. അതുകൂടാതെ വയറിന്റെ ഇടതുവശത്തെ അടിവയറ്റിൽ വേദന എത്ര വർഷമായതാ? അത് 4 വർഷമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒട്ടുമില്ല, പൂർണ്ണമായി മാറി. ഇതിനു മുമ്പ് ഒരു 3 വർഷം മുമ്പ് ജോസഫ് ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കർത്താവ് അടയാള സഹിതം രോഗശാന്തി നൽകി അനുഗ്രഹിച്ചതിനോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ നിൽക്കുന്ന അബിൻ ജോസ് എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ മെനിഞ്ഞാന്ന് ഇവിടെ ഒരു സന്ദേശം വിളിച്ച് പറഞ്ഞു, കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു മുഴയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നുവെന്ന്. ഈ കഴുത്തിന് വലതുവശത്തായിട്ട് കവിളിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറിയോ? മുഴ താന്നു പോവുകയും ചെയ്തു. വേദനയാണ് അതിൽ കൂടുതൽ ഇല്ലാണ്ടായത്. വേദന ഉണ്ടായിരുന്നു. മറ്റേ കഴുത്തൊട്ടും തിരിക്കാനൊന്നും പറ്റില്ല. കഴുത്ത് തിരിക്കാൻ പറ്റില്ല. ഇപ്പം തിരിച്ച് അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ചെറിയൊരു മുഴ. ഡോക്ടറെ കണ്ടിരുന്നോ? ഡോക്ടറെ കണ്ടിരുന്നു. അത് ലോക്കായതിൻ്റെ അങ്ങനെ എന്തോ ഒരു ഇതുമായിട്ട് വന്നതെന്നാ പറഞ്ഞത്. ഓക്കെ. എന്നിട്ട് ഇപ്പോൾ ആ മുഴയും പോയി, വേദനയില്ല. മുഴ നല്ലപോലെ ചുങ്ങിപ്പോയിട്ടുണ്ട്. വേദന ഒട്ടുമില്ല. തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഒരു കുഴപ്പമില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൻസ എന്ന ഈ അമ്മയുടെ മകളാണ് ഈ നിൽക്കുന്നത്. ലിൻസി എന്ന പേര്. ലിൻസിക്ക് ഗൗരവമായ രോഗം ജന്മനാ ബാധിച്ചതാണ്. മഴ നനയുകയോ തണുപ്പടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഇടത് കവിളിൻ്റെ ഭാഗം ഇവിടെ നീര് വന്ന് അങ്ങ് വീർക്കും. അത്
തലച്ചോറെന്നുള്ള ഒരു നെർവിൻ്റെ കുഴപ്പത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. അതിൻ്റെ ഫലമായി ഈ മുട്ടിന് താഴെയുള്ള അസ്ഥിക്ക് കഠിനമായ വേദനയായിരുന്നു. അമ്മ തന്നെ, അൽഫോൻസ് തന്നെ പറഞ്ഞോളൂ, എന്തൊക്കെ? തല ഓപ്പറേഷൻ ആക്കണമെന്ന് പറഞ്ഞ് 1.5 ലക്ഷം വേണമെന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ. എന്നിട്ട് ഞങ്ങൾ ഡിവൈനും പറഞ്ഞ ഒരു സ്ഥലം ഞാൻ ഇതുവരെയും കണ്ടില്ലായിരുന്നു, ഇതേ ഫസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ധ്യാനിക്കുന്ന എൻ്റെ മകൾക്ക് ഒരു രോഗം വരാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായി ഞാൻ. ഇപ്പോൾ ഇവിടെ വരുന്നതിന് പറഞ്ഞ പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് ഒരു രോഗവും ഇല്ല, കാലുവേദന. 1 കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പ്രാർത്ഥിച്ച് വരുന്നുണ്ട് ഇവിടേക്ക്. എത്ര വർഷമായി ഈ രോഗം തുടങ്ങിയിട്ട്? 4 കൊല്ലം കഴിഞ്ഞ്. ഈ ഇടത് കവിളിന്റെ ഭാഗത്തുള്ള വേദന 4 കൊല്ലം. അതിങ്ങനെ വന്ന് വീർത്ത് വായ എല്ലാം അടഞ്ഞു പോകും. വായ അടഞ്ഞിട്ട് ചോറ് അരച്ച് വായിൽ ഒഴിച്ചു കൊടുത്താണ് കുഞ്ഞ് ജീവിച്ചത്. എത്ര വർഷമായിട്ട് പറഞ്ഞു? 3 കൊല്ലം. എന്താ സംഭവം എന്ന് പറഞ്ഞു? ഒരു കണ്ണുക്ക് കാഴ്ച ഉണ്ടാവില്ല, അപ്പോൾ ചോറ് അങ്ങനെ ഇരുവെച്ച് വീർത്ത് കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റില്ല, വാ അടഞ്ഞു പോകും. ഈ ഇടത് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല, തല ചുറ്റി പോവും. പിന്നെ ബൾബ് നോക്കുമ്പോൾ നീലി കളർ കാണും. ബൾബൊക്കെ നീല ബ്ലൂ കളറായിട്ടേ കാണുള്ളൂ, ബോർഡിൽ അക്ഷരം ഒന്നും കാണൂല. അതെ. അങ്ങനെ ആയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 ലക്ഷം വേണം, ഇവിടെ നർമ്പ് ഇതായി. 1.5 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഓപ്പറേഷൻ നെർവ് ന്യൂറോളജിസ്റ്റ് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഡിവൈനൊക്കെ പോയിട്ട് ധ്യാനം ചെയ്യുന്നേ. അപ്പോൾ ഞാൻ കൊടകിൽ എവിടെ വീട്? കൊടകിൽ വിരാജ്പേട്ട. എവിടെയാ? ഹോസ്കോട്ടയാണോ? അമ്മത്തിയിലാണ്. ഓക്കെ. അപ്പൊ ഈ കൊച്ചിന് അതിന് ശേഷമാണ് ഈ കാലിന് മുട്ടിന് വേദന ആരംഭിച്ചത്. ഇത് ചെറുപ്പത്തിനേ ഉണ്ട്, 10 കൊല്ലമായി കാല് വേദന. 10 കൊല്ലമായിട്ടുള്ള വേദനയാണ്, കുഞ്ഞുനാൾ മുതൽ വേണ്ട. അപ്പൊ പിന്നീടാണ് ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ട തകരാന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ മോൾക്ക് ഇവിടെ വന്നപ്പോ ഈ ചെവിയുടെ പോലെ 7 മാസമായി ഇപ്പൊ വരുത്തില്ല. ഞാൻ ഇങ്ങനെ ഡിവൈനൊക്കെ പോയിട്ട് ധ്യാനം ആക്കാൻ വേണ്ടിട്ട് നേർച്ചിട്ട്, അങ്ങനെ ഒരു നേർച്ച നടന്നതിന് ശേഷം ഇവിടെ വന്ന് ധ്യാനിക്കാമെന്ന് നേർച്ച നടന്നതിന് ശേഷം ആ വേദന പിന്നെ വന്നിട്ടേ ഇല്ല. അങ്ങനെയാണ് ഇപ്പൊ വന്നത്. അതിനുശേഷം ഇപ്പൊ കാലിലെ മുട്ടിന്റെ വേദന പൂർണ്ണമായിട്ട് മോളുടെ മാറിയോ? ഒട്ടും വേദനയില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.